ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി രാത്രി മുഴുവൻ ഒരു എന്തൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കിക്കോ, നാളെ ഞാൻ ഹോളി ആഘോഷിക്കും, എന്തൊക്കെ വന്നാലും ഹോളി ആഘോഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ ഇങ്ങനെ ചോദിക്കേണ്ട ശ്രുതിയുടെ അടുത്ത്, അതെ നീ ആർത്തായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓ നിനക്ക് വട്ട് തന്നെയാണെന്ന് പറയുമ്പോൾ, ഓ അത് നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് ചെറുപ്പം മുതലേ വട്ട എന്നിങ്ങനെ പറയാണ്. ഇപ്പം മനസ്സിലായി എന്ന് പറയാണ്. ഞാനേ നാളെ ആർക്കൊക്കെ എന്തൊക്കെ കളർ തേക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു. നിങ്ങളുടെ മുഖത്ത് എന്ത് കളർ തേക്കണമെന്ന് ഞാൻ ആലോചിച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുക. നിങ്ങളുടെ മുഖത്തിനെ കറുത്ത കളർ തേക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് അശ്വിൻ ഓ വാട്ട് ദി ഹെൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ഓരോരോ സാധനങ്ങൾ എടുത്തു വെക്കണ തിരക്കിലാണ്. അപ്പോൾ ഒരു സ്വീറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ അഞ്ജലി ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശിയെടുത്ത് അഞ്ജലി പറഞ്ഞിട്ട്, മുത്തശ്ശി ഈ പെട്ടി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ മുത്തശ്ശി പറഞ്ഞിട്ട്, വേണ്ട ആ പെട്ടിനെ കുറിച്ച് എന്നോടൊന്നും പറയണ്ട, ഈ പ്രാവശ്യം എനിക്ക് ഓണം ഹോളി ആഘോഷം ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോകുക കേട്ടോ. ആ സമയത്ത് ശ്രുതി താഴത്തേക്ക് വരുന്നുണ്ട്. ഹാപ്പി ഹോളി മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് ഹാപ്പി ഹോളി എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാണ്. മുത്തശ്ശിക്ക് ഇത് എന്ത് പറ്റി എന്ന് ശ്രുതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലിത്ത് ചോദിക്കേണ്ടത്, അഞ്ജലിത്ത് പറയേണ്ടത് നമ്മുടെ ശ്രുതി, അത് ഹാപ്പി ഹോളി അഞ്ജലി മാഡം എന്ന് പറയുമ്പോഴേക്കും ഞാനും നിന്നെ വിഷ് ചെയ്യുന്നു, ഹാപ്പി ഹോളി ശ്രുതി എന്ന് പറയാണ്. അല്ല ഇതിലൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും, ഇതിൽ മുത്തശ്ശിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെട്ടിയാണ്. എല്ലാ വർഷവും ഹോളി അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം ആരെന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി ഹോളിയൊക്കെ ആഘോഷിക്കുമോ? പിന്നെ അല്ലാതെ ഹോളി എന്ന് പറഞ്ഞ ആഘോഷം തന്നെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പോലും നമ്മൾ ആലോചിച്ച് പോകും. അപ്പോൾ ഈ വർഷം ആഘോഷിക്കണില്ലെന്നാണ് പറഞ്ഞത്, ഞാൻ കാരണമായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ അഞ്ജലി ഒന്നും മിണ്ടുന്നില്ല. അതൊന്നും കുഴപ്പമില്ലെന്നേ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിനെ കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഹോളി ആഘോഷിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ പെട്ടി നമ്മുടെ ശ്രുതി തുറന്നു നോക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അതിൽ ഒരുപാട് ആൽബവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മുത്തശ്ശി ചെറുപ്പം മുതലേ ഈ പ്രായം വരെ ഹോളി ആഘോഷിച്ച ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശേഷം നമ്മുടെ മുത്തശ്ശൻ്റെ ഒരു കുഴലുണ്ട് കേട്ടോ അതിൽ, അതായത് ഓടക്കുഴലല്ല, ഒരു അങ്ങനത്തെ ഒരു മാതിരി ഒരു കുഴൽ. അപ്പോൾ ആ കുഴൽ കാണുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി ചോദിക്കേണ്ടത്, ഇത് ആടുത്താൻ ചോദിക്കുമ്പോൾ ഇത് മുത്തശ്ശൻ്റെയാ മുത്തശ്ശി എപ്പോഴും ഇതിൽ വായിച്ചിട്ടാണ് ഹോളി തുടങ്ങണമെന്ന് പറയുമ്പോഴേക്കും, ആണോ എങ്കിൽ ഈ പ്രാവശ്യം മുത്തശ്ശിനെ കൊണ്ട് ഹോളി ആഘോഷിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറയാണ്. നേരെ ശ്രുതി പോകുന്നത് മോഹനൻ അങ്കിളുടെ അടുത്താണ്. അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത്. എന്ത് പറ്റി ശ്രുതി അച്ഛനെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കാൻ? ഒന്നുമില്ല, മുത്തശ്ശനെക്കുറിച്ച് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ മോഹൻ അങ്കിൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞുതരാം അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അങ്ങനെ അച്ഛൻ എന്തൊക്കെയാണ്, എങ്ങനത്തെ വേഷമാണ് ധരിക്കണമെന്നോ, എന്തൊക്കെ സംസാരിക്കുന്നു, എങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മോഹൻ അങ്കിൾ ശ്രുതി എടുത്ത് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി പറയേണ്ട അഞ്ജലി അടുത്ത് കുറച്ച് ഹോളിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, ഞാൻ മാർക്കറ്റ് വരെ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയേണ്ടത്, ശ്രുതി മാർക്കറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഹോളിക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്, പ്രീതിക്കും ശ്രുതിക്കും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പ്രീതിയാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഹോളിക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചേക്കാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്കും പ്രീതിക്കും അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. രണ്ടിനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമ വരുന്നുണ്ട്. കൊള്ളാലോ, രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് മരുമകളും എൻ്റെ മരുമകളും കൂടി ഭയങ്കര പർച്ചേസൊക്കെ ആണല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി കണ്ണുരുട്ടി മനോരമനെ പേടിപ്പിക്കണം. പിന്നെ മനോരമ ഒന്നും മിണ്ടില്ല കേട്ടോ. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശി അടുത്ത് പറയേണ്ട ശ്രുതി, അതേ മുത്തശ്ശി കഴിഞ്ഞ വർഷം ഹോളി എന്തൊരു അടിപൊളിയായിരുന്നെന്ന് അറിയാമോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. മുത്തശ്ശി മുഖവും വിറപ്പിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതി പറയേണ്ടത്, മുത്തശ്ശി ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും ബലൂൺ ഉണ്ടല്ലോ, ബലൂണിൽ കളർ വെള്ളം കലക്കും, എന്നിട്ട് ആ ബലൂൺ കൊണ്ട് എല്ലാവരുടെയും തലയിലെറിയും. എന്നിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ആ ബലൂൺ ഞാനും ചേച്ചിയും കൂടി എടുത്തിട്ട് ഒരു ഒറ്റ എറിഞ്ഞു, അത് നമ്മുടെ അമ്മായിയുടെ തലയിലാണ് പോയി വീണത്. അമ്മായിയുടെ മുടിയൊക്കെ കാണുന്ന കളറൊക്കെ പൂശി, ഈ കോഴി ഉണ്ടല്ലോ കളർ പൂശിന കോഴി അതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പൊട്ടി ചിരിച്ചു പോവാട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിയും പ്രീതിയൊക്കെ ചിരിക്കേണ്ട തമാശ കേട്ടതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രീതിയടുത്ത് ആ കടക്കാരൻ പറഞ്ഞിട്ട് 603 രൂപയായി മാഡം എന്ന് പറയുകയാണ്. 603 രൂപയോ? ഞാൻ ആകാശ് സ്ഥാനത്ത് പൈസ ചോദിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട, വേണ്ട ചേച്ചി, എനിക്ക് ഓർമ്മ വന്നു, പൈസ എൻ്റെ അടുത്തുണ്ട് ചേച്ചി. അമ്മായി എൻ്റെ ഡ്രസ്സുകളൊക്കെ ചേച്ചിയെടുത്ത് കൊടുത്തു വിട്ടില്ല, ആ കൂട്ടത്തിൽ എൻ്റെ കുടുക്കയും കൊടുത്തു വിട്ടായിരുന്നു, ഞാൻ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി മുകളിലേക്ക് പോവാണ്. ശേഷം ആ കുടുക്ക പൊട്ടിക്കുക കേട്ടോ. പൊട്ടിക്കുമ്പോഴേക്കും അതിലെ പൈസയൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് നോട്ടുകളൊക്കെ മാറ്റി വെക്കുന്നുണ്ട്, ബാക്കി കോയിൻസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അശ്വിൻ
റൂമിലേക്ക് വരുന്നത്. ഹേ ഇതെന്താ എൻ്റെ റൂമിലേക്ക് കിടക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിന് വരുമ്പോഴേക്കും ശ്രുതി കട്ടിലിൻ്റെ അടിയിലൊക്കെ എന്നിട്ട് ഇങ്ങനെ പിറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അശ്വിൻ ചോദിക്കുന്നുണ്ട്, ആഹാ എൻ്റെ മുമ്പിൽ നീ തോറ്റുപോയതിൻ്റെ ഇത് അതുകൊണ്ട് നീ കട്ടിലിൻ്റെ അടിയിൽ പോയി ഇരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തോറ്റുന്നു. എങ്ങനെ തോറ്റുന്നു? അല്ല നീ ഒരിക്കലും ഈ വീട്ടിൽ വരില്ലെന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ നിന്നെ വരുത്തിയില്ലേ, അപ്പോൾ നിനക്ക് എൻ്റെ മുഖത്ത് നോക്കാൻ നാണക്കേടല്ലേ, നീ തോറ്റുപോയില്ലേ, അതുകൊണ്ട് നീ കട്ടിലിൻ്റെ അടിയിൽ പോയി ഒളിച്ചു നിൽക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാനേ ഒളിച്ചു നിന്നതല്ല, ഞാൻ ഈ കോയിൻ എടുക്കുമായിരുന്നു. കോയിനോ? അതെ പൈസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തല മുട്ടാൻ പോകുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് ആ മേശയുടെ സൈഡിലേക്ക് കൈ പിടിക്കുക കേട്ടോ. എന്നിട്ട് പറയണ്ടത്, നിനക്ക് ഇത്രയും ബോധമൊന്നുമില്ലേ, നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ, നിനക്കിതിന് പറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ്റെ കെയറിങ് കാണുമ്പോൾ ശ്രുതിക്ക് വരാത്ത അത്ഭുതം പോലെ തോന്നുവാണ്. ശ്രുതി ആണെങ്കിൽ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അശ്വിനൊന്നും മിണ്ടില്ല കേട്ടോ. അതിനുശേഷമാണെങ്കിൽ ശ്രുതി ഇങ്ങനെ ആ പൈസ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലാകെ 303 രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി 300 രൂപയുടെ കുറവുണ്ട്. അയ്യോ 300 രൂപയുടെ കുറവുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ശേഷം അശ്വിനോട് പറയുന്നുണ്ട്, അതെ അശ്വിൻ സാറേ എനിക്കൊരു 300 രൂപ കടം വേണം. കടവോ? ഓ കടമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലേ? എനിക്ക് 300 രൂപ ലോൺ വേണം. ലോൺ? അതെ 300 രൂപ ലോൺ വേണം. ലോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ സൈൻ ചെയ്യണമല്ലോ, ഞാൻ സൈൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ എടുക്കുകയാണ്. അതിൽ ശ്രുതി എഴുതി വെക്കുക കേട്ടോ. അതെ ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഒരു 300 രൂപ നിങ്ങളുടെ നിന്ന് കടം മേടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്, ഇനി എനിക്ക് കടന്താ 300 രൂപ കടന്താ എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ പോക്കറ്റിൽ നിന്ന് 300 എടുത്തിട്ട് ശ്രുതിക്ക് കൊടുക്കുക കേട്ടോ. അങ്ങനെ ശ്രുതി ആ പൈസ എല്ലാം കൂടി ആ കടക്കാരനെ കൊടുത്തതിന് ശേഷം ഹോളിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി കുറച്ച് ഇങ്ങനെ അതായത് പൂജയുടെ റൂമിൻ്റെ അരികെ കൂടി പോകുമ്പോഴേക്കും കുറച്ച് കുങ്കുമം നമ്മുടെ ദേവിയുടെ അവിടേക്ക്, അതായത് ദേവിയുടെ ആ ഒരു വിഗ്രഹത്തിൽ വീഴുവാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അതെ അറിയാതെ വീണു പോയതാ, ഞാൻ മിണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് പിണക്കോട്ടിരിക്കുകയാണെന്നല്ലോ, എന്തായാലും ഹോളിയല്ലേ, നല്ലൊരു ദിവസമല്ലേ, പിണക്കൊന്ന് വെച്ചിരിക്കേണ്ടതെന്ന് വിചാരിച്ചു. അതെ ഹാപ്പി ഹോളി അമ്മ എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക കേട്ടോ. അത് അമ്മൻ, അതായത് ഒരു ദുർഗാദേവിയുടെ പ്രതിഷ്ഠയാണ്, അപ്പോൾ അമ്മൻ എന്നാണ് പറയുന്നത്. ഹാപ്പി ഹോളി അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അഞ്ജലി അത് കാണുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ട് കുറേ ജിലേബി ആ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ വെക്കുവാണ്, വിഗ്രഹത്തിന് മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട്, ഇതേ ഒരുപാട് ജിലേബി ഉണ്ട്, കഴിച്ചോ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി ചിരിക്കുകയാണ്. അഞ്ജലി മേഡം ഹാപ്പി ഹോളി എന്ന് പറയുമ്പോൾ എൻ്റെ ഹാപ്പി ഹോളി വാഴ്ത്തുക്കൾ ശ്രുതി എന്നിങ്ങനെ പറയാണ്. ശേഷം അഞ്ജലി ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല നീ ദൈവത്തോടൊക്കെ ഹാപ്പി ഹോളി പറഞ്ഞു, അതെ എന്താണ് ഇനി നിൻ്റെ മുഖത്ത് കളർ തേക്കണ്ടേ, അത് ഞാനാണ് ആദ്യം കളർ തേക്കാൻ പോണത് എന്ന് പറയുന്നു. ശ്രുതി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് കളർ തേക്കാൻ വേണ്ടി അഞ്ജലി കളർ എടുക്കുമ്പോഴേക്കും നമ്മുടെ ശ്യാം അങ്ങോട്ടേക്ക് വരുവാണ്. രാജകുമാരി നിൽക്ക്, അതെ ഈ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും മൂത്ത മരുമകൾ ശ്രുതി തന്നെയാണ്, കാരണം അശ്വിൻ്റെ ഭാര്യ ശ്രുതിയാണല്ലോ, അപ്പോൾ മൂത്ത മരുമകൾ ശ്രുതിയാണ്. മൂത്ത മരുമകൻ ആരാണ്? ഞാനല്ലേ ഈ വീട്ടിൽ ആദ്യം മരുമകനായിട്ട് വന്നത്, അപ്പോൾ ഞാനാണ് ശ്രുതിയുടെ മുഖത്ത് ഈ കളർ പൊടി തേച്ച് കൊടുക്കാൻ പോണത് എന്ന് പറയുകയാണ്. ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. അവിടെ അങ്ങനത്തെ ഒരു അവസ്ഥ, കാരണം അഞ്ജലി ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്, ശ്രുതിയാണെങ്കിൽ കണ്ണടച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് അശ്വിനാണ് മുകളിലേക്ക് ഇറങ്ങി വരുവാണ്, മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുവാണ്. അശ്വിനെ കാണിച്ചിട്ട് അശ്വിനാകെ ദേഷ്യം വരുക കേട്ടോ. അശ്വിന് ശ്യാമിനെ ദേഷ്യത്തോട് കൂടി തന്നെ നോക്കുമ്പോൾ ശ്യാം പിന്നെ തേക്കാതെ അവിടെ തന്നെ വെച്ച് അങ്ങോട്ട് പോവുകയാണ്. ആ ഭാഗമാണ് നമ്മൾ പ്രൊമോയിൽ കാണിച്ച ആ ഭാഗം കേട്ടോ, ശ്യാമിങ്ങനെ കളർ തേക്കാൻ വരുന്ന ഭാഗം. എന്തായാലും ഒരു ഒത്തിരി വിശേഷങ്ങളുണ്ട് ഹോളിയുടെ പറയാനായിട്ടെങ്കിൽ ഈ ആഴ്ച ഫുള്ളും ഹോളിയാണ്. അങ്ങനത്തെ ഒരു ദിവസം, അങ്ങനത്തെ ഒരു ആഴ്ചയായിട്ട് വരാൻ പോകുന്നത് ഭയങ്കര സൂപ്പറാണ്. പറഞ്ഞ് തീരില്ല ഈ ഹോളിയുടെ എപ്പിസോഡ്. എന്തായാലും അടുത്തൊരു ഭാഗത്തിന് വേണ്ടി ഞാൻ വീഡിയോ ആയിട്ട് പറയാൻ കേട്ടോ അടുത്ത ഭാഗം. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.